Good morning, all. Good morning. Okay, strength വളരെ കുറവാണല്ലോ. ക്ലാസ് ഇല്ലാതെ വിചാരിച്ച കുറച്ചുപേര്. Okay, then നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് റെസ്പോൺസിബിലിറ്റീസില് നമ്മൾ ഓരോ വ്യക്തികളുടെ പേഴ്സൺസിനെ കണ്ടു. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. Then ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ ജോബ്സിലുള്ളവരുടെ ബേസിക് സ്കില്ല്, അവരുടെ അടിസ്ഥാന കഴിവുകൾ, യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് 10 സ്കിൽസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് ആദ്യം പേരുകൾ മാത്രം ഒന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കസ്റ്റമർ സർവീസ് സ്കിൽസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, technology skills, problem solving skill, confidentiality and ethics, teamwork and collaboration, adaptability, then empathy and compassion, cultural competence. Okay. ഇന്നലെ ഞാനായിരുന്നു ക്ലാസ് എടുത്തത് കേട്ടോ. ഇന്നലെ ഡിസ്പ്ലേയായിരുന്നു ക്ലാസ് എടുത്തത്. ഇന്ന് ഞാൻ തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്നലെ ഉണ്ടായിരുന്നില്ല അഞ്ജലി? ഉണ്ടായിരുന്നില്ല ക്ലാസ്സില്? ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ ഇന്നലെ അടുത്തൊരു പേഴ്സണെ കുറിച്ച് പഠിച്ചു. കൗൺസിലറിനെ നോക്കി, കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോ ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ക്ലാസ് കാണണം കേട്ടോ. എല്ലാവരും കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ദെൻ അപ്പൊ നമുക്ക് നോക്കുന്നത് നോൺ ക്ലിനിക്കൽ ജോബ്സിൽ വരുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ 10 സ്കിൽസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ആ പേരുകൾ 10 സ്കിൽസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഉള്ളിലുള്ള കാര്യം വീണ്ടും അത് എന്താണ് ആ സ്കിൽസിൽ പറയുന്നത്, അല്ലെങ്കിൽ ഓരോ കഴിവിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് 10 എണ്ണം നിങ്ങൾ പഠിക്കാം. ഉള്ളിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. എളുപ്പമാണ്, സിമ്പിൾ ആണ്. ആ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ needs a range of skills to effectively do their roles. Some key skills for non-clinical staff in hospital consist of എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നോൺ ക്ലിനിക്കലിന് മാത്രമല്ല അല്ലെ, നമുക്കറിയാം ഏതൊരു പൊസിഷനിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ഇല്ലേ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? Strong communication skills are necessary for non-clinical staff to effectively interact with the patients, visitors and other staff members. പേഷ്യൻസിനോടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ്, ദെൻ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോട് നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. They should be able to communicate clearly and empathetically, both verbally and writing. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഇപ്പൊ പേഷ്യൻസിനോടാണെങ്കിലും വിസിറ്റേഴ്സിനോടാണെങ്കിലും മറ്റ് സ്റ്റാഫുകളോടൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, പേഷ്യന്റ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒരു എംപതറ്റിക്കലി, ഒരു സഹാനുഭൂതിയോടുകൂടി തന്നെയും, ദെൻ അത് വെർബൽ ആയിട്ടാണെങ്കിലും റൈറ്റിംഗ് ആയിട്ടാണെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുന്നതാണെങ്കിലും വെർബൽ ആയിട്ട് പറയുന്നതാണെങ്കിലും അത് ക്ലിയർ ആയിരിക്കണം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ പറയുന്നത്. അത് നമ്മൾ നോർമലി പറയുന്നത് പോലെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ് സംസാരിക്കാനും ഉള്ളൊരു കഴിവ്. ദെൻ രണ്ടാമത്തെ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് സ്കിൽ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often act as a first point of contact for patient and visitors. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എക്സാം ചിലപ്പോൾ ചോദിക്കും, who is act as the first point of contact for patient and visitors. Okay, അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. So, non-clinical staff often act as a first point of contact for patient and visitors. They should maintain excellent customer service skill, which include ability to calm and compose in difficult situation. Ability to calm, ഒരു ശാന്തമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. Composed in difficult situations വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം.
Then handle inquiries and complaints. ഇനി അവരുടെ സംശയങ്ങൾ ഹാൻഡിൽ ചെയ്യാനും അതോടൊപ്പം തന്നെ കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻസുകൾ കേട്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാനൊക്കെ ഒരു കഴിവ് വേണം. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. വരുന്ന പേഷ്യന്റിനും വിസിറ്റേഴ്സിനും ഒരു പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് പോസിറ്റീവ് ആയിട്ടുള്ള വെൽക്കമിങ് എൻവയോൺമെന്റ് ആണ് നമ്മൾ നൽകേണ്ടത്. എല്ലാവർക്കും പുഞ്ചയോടെ അല്ലെങ്കിൽ വളരെ കാമാൻപായത്തോട് കൂടി തന്നെ സംസാരിക്കുക, അവരൊന്നും വെൽക്കം ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ വളരെ റഫ് ആയിട്ടുള്ള രീതിയിലൊന്നും പെരുമാറാൻ പാടില്ല. സോ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന കസ്റ്റമർ ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആവാം, വിസിറ്റേഴ്സ് ആകാം, പേഷ്യന്റിനെ കാണാൻ പറ്റുന്ന വിസിറ്റേഴ്സ് ആവാം. സോ കസ്റ്റമറെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാം, അവരെ ഡീൽ ചെയ്യാം. ഓക്കെ, കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്താണ് ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? മീനിങ് എന്താണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ എന്താ പറയാ? ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്റെ ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവ് അല്ലെ? കാര്യങ്ങളൊക്കെ ഒരു ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവ് വേണം. Hospitals are fast-paced environment with a lot of tasks and responsibilities. Hospitals are fast-paced environment. Fast-paced environment ഉദ്ദേശിക്കുന്നത് ദിനം ദിനം ഓരോ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലെ? അവിടെ ഒത്തിരി ടാസ്കുകൾ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നു. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks and meet deadlines. So ഈ ഹോസ്പിറ്റൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അവിടുത്തെ പ്രവർത്തനങ്ങൾ അവരുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാനും then prioritize task ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻഗണന കൊടുത്തുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും then meet deadlines. Deadlines എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലില് പ്രവർത്തനരഹിതമാക്കുന്ന ആ ഒരു ടൈമിലൊക്കെ മീറ്റ് ചെയ്യാനും, അതായത് നല്ല രീതിയിൽ നിങ്ങൾ പേഷ്യൻസിനെ വെൽക്കം ചെയ്യാം, അവിടെ ഒരു ഡെഡ് ലൈൻ വരാതേക്ക് നോക്കുക. ഇതാണ് ഒരു സംഘടന കഴിവെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആണല്ലോ. സോ ആ ഓർഗനൈസേഷന് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്കൊരു സംഘടന ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ചെയ്യാം അങ്ങനത്തെ ഒരു ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയോട് കൂടി ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ 3 സ്കിൽസ് ആണ് നമ്മൾ നോക്കിയത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്. 3 ക്ലിയർ ആണോ? നമ്മൾ ആ പേര് മാത്രം നിങ്ങളൊന്ന് പോയി കാട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഉള്ളിലുള്ളത് ജസ്റ്റ് ഒന്ന് സെയിം റിപ്പീറ്റ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ഉള്ളിലുള്ളത് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റത്തെ 3 സ്കിൽസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റത്തെ 3 സ്കിൽസ്? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. 4ാമത്തെ സ്കിൽ നോക്കാം, ടെക്നോളജി സ്കിൽസ്. Proficiency in using different computer applications, electronic health record system and other healthcare technology is vital for non-clinical staff. Non-clinical staffന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ. എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പുതിയ ഹെൽത്ത് കെയർ ടെക്നോളജി നമ്മളവിടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെക്നോളജിയെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കണം. They should be comfortable with the technology and willing to learn new system as required. അവർക്ക്
ടെക്നോളജി ആയിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു പുതിയൊരു സിസ്റ്റം, പുതിയൊരു കാര്യത്തെ കുറിച്ച് പഠിക്കാനും അവർ വില്ലിങ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വരുമല്ലോ. ഇപ്പൊ പുതിയ ഡാറ്റാബേസുകളും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർ വില്ലിങ് ആയിരിക്കണം. ദെൻ അഞ്ചാമത്തെ സ്കിൽ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. Non-clinical staff may face various challenges and problems while executing their duties. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന ടൈമിൽ കുറേ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോൾ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നാവാം, പേഷ്യൻസിന്റെ ആവാം, വിസിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നായിട്ടുണ്ടെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളും മറ്റും നേരിടേണ്ടതായിട്ട് വരുന്നു. The ability to think critically, evaluate situations and find adequate solution is valuable in ensuring smooth operations and addressing issues promptly. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അതായത് ഇങ്ങനെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റു വെല്ലുവിളികളൊക്കെ വരുന്ന സമയത്ത് ക്രിട്ടിക്കലി ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഒരു ചലഞ്ചസ് ആണെങ്കിൽ ആ ചലഞ്ചസ് നമുക്ക് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് പറഞ്ഞെങ്കിൽ ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്, അത് ക്രിട്ടിക്കലി ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ആഡ്വക്കേറ്റ് സൊല്യൂഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. ആൻഡ് അഡ്രസ്സിങ് ഇഷ്യൂസ് പ്രോപ്പർലി. ഇനിയിപ്പോ പല പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് അഡ്രസ് ചെയ്യുക. എങ്ങനെയാണോ അത് നമ്മൾ പരിഹരിക്കേണ്ടതെന്നുള്ളത് സൊല്യൂഷൻ അവർക്ക് കൊടുക്കുക. ദെൻ ആറാമത്തെ സ്കിൽ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often have entry to sensitive patient information. Then it is necessary for them to understand and stick confidentiality and ethical standards, keeping patient privacy and protecting confidential data. ഇവിടെ പറയുന്നത് മെയിനായിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതായത് പേഷ്യന്റിന്റെ ആ സെൻസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പേഷ്യൻസിന്റെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസുകൾ എൻട്രി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് നെസസറി അണ്ടർസ്റ്റാൻഡ് ദ ആൻഡ് സ്ട്രിക്ട് കോൺഫിഡൻഷ്യാലിറ്റി എത്തിക് സ്റ്റാൻഡേർഡ്. ഒരു ധാർമ്മികമായിട്ടുള്ള സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ രഹസ്യാത്മകമായിരിക്കണം. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ് മറ്റൊരാൾക്കും റിലീസ് ചെയ്യാൻ പാടില്ല. സോ അത് തികച്ചും രഹസ്യമായിരിക്കണം. കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി, അതുപോലെ തന്നെ പേഷ്യൻസിന് പ്രൈവസി നമ്മൾ കൊടുത്തിരിക്കണം. പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ, അവരുടെ ഡാറ്റ എപ്പോഴും പ്രൊട്ടക്റ്റിംഗ് ആയിരിക്കണം, മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ 3 സ്കിൽസ് ആണ് ടെക്നോളജി, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത്യാവശ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. EHR ദെൻ പുതിയ പുതിയ ടെക്നോളജിയെ കുറിച്ച് കൂടുതലായിട്ടും പഠിക്കാനായിട്ടും വില്ലിങ് ആയിരിക്കണം. പ്രോബ്ലം സോൾവിംഗിൽ നമ്മൾ പറഞ്ഞു പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചലഞ്ചസുകളും നേരിടേണ്ടതായിട്ട് വരും. സോ അതിനെ ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കാം. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് പേഷ്യൻസിന് ഒരു പ്രൈവസി കൊടുക്കുക. ഞാൻ അവരുടെ ഡാറ്റയും കാര്യങ്ങളും നമ്മൾ രഹസ്യാത്മകമായിരിക്കണം. നമ്മളൊരു ധാർമ്മികമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അതിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ 3 സ്കിൽസ്? ഉള്ളിലുള്ള കാര്യങ്ങൾ ഏറ്റവും മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ 3 സ്കിൽസ്? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, ക്ലാസ്സിൽ ഇല്ലാലോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 4, 5, 6 3 സ്കിൽസ് വായിച്ചു നോക്കാം. നിങ്ങൾ ആരും ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. റെസ്പോണ്ട് ചെയ്യാട്ടോ നമ്മൾ ചോദിക്കുന്നതിന്. കാരണം നമ്മളൊരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആയി പോകിയത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 4, 5, 6.
Okay, complete ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ് ആണെന്ന്. എന്താണ് ഇന്റർഡിസിപ്ലിനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? എന്താണ് ഇന്റർഡിസിപ്ലിനറി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒന്നിലധികം വരുന്നത്. അതായത് ഇപ്പോ ഇന്റർഡിസിപ്ലിനറി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അത് പറയില്ല. ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒന്നിന്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റു ശാഖകളായിട്ടൊക്കെ പഠിക്കുന്നതൊക്കെ പറയും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നെങ്കിൽ മോർ ദാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് സോഷ്യൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് സോഷ്യൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ജിയോഗ്രഫി, ഹിസ്റ്ററി അല്ലെ, സോഷ്യോളജി, then ആർക്കിടെക്ടോളജി അല്ലെ. അപ്പോ ഇതെല്ലാം അതുമായി ആന്ത്രോപോളജി അല്ലെ. അപ്പൊ ഇതൊക്കെ അതുമായിട്ട് ഇന്റർഡിസിപ്ലിനറി ആണ്. അതുമായിട്ട് ഇപ്പൊ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ് ആണെന്ന്. അതായത് ഒന്നിനെ കൂടെ കണക്ട് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടെന്ന്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സുകൾ. ക്ലിയർ ആയോ ഇന്റർഡിസിപ്ലിനറി എന്താണെന്ന്? Hospitals are interdisciplinary settings that need collaboration among various department and staff members. Various ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സുകളും ഉണ്ടായിരിക്കും. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ ആസ് എ പാർട്ട് ഓഫ് എ ടീം. അപ്പോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അവരുടെ ഒരു ടീമിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. Communicate and coordinate with the colleagues and donate a positive environment. അപ്പൊ അവരുടെ ഒപ്പമുള്ള കൊളീഗ്സുമായിട്ട് നല്ലൊരു കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ദെൻ പോസിറ്റീവ് എൻവയോൺമെന്റ് വേണം അവര് ഡൊണേറ്റ് ചെയ്യാൻ. ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുകയാണ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. ദെൻ എട്ടാമത് പറയുന്നത് അഡാപ്റ്റബിലിറ്റി. എന്താ അഡാപ്റ്റബിലിറ്റി മീനിങ്? എന്താ മീനിങ് അഡാപ്റ്റബിലിറ്റി? മലയാളത്തിൽ എന്താ പറയാ അഡാപ്റ്റബിലിറ്റി? മലയാളത്തിൽ എന്താ പറയാ അഡാപ്റ്റബിലിറ്റിക്ക്? ഒന്നും പറയില്ല. അഡാപ്റ്റബിലിറ്റി ആർജിക്കുക, പൊരുത്തപ്പെടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. നമ്മളിപ്പോ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് നോക്കാം. The healthcare industry is continually evolving and non-clinical staff should be adjustable to changes in procedures. അല്ലേ? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവിംഗ് മീൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി അഡ്ജസ്റ്റബിൾ. സോ ഈ സ്റ്റാഫുകൾ പുതിയ മാറ്റങ്ങളും പ്രൊസീജിയേഴ്സും പോളിസികളും പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ആവണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ടെക്നോളജിക്കൽ സ്കിൽസില് പുതിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പുതിയ ഡാറ്റാബേസ് ഒക്കെ വരുമ്പോൾ അത് പുതിയ ടെക്നോളജി പഠിക്കാനായിട്ട് നമ്മൾ വേഗമായിരിക്കണം. ഇവിടെയും പറയുന്നത് പുതിയ പോളിസീസ് വരും, പ്രൊസീജിയേഴ്സ് വരും, ചിലപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറാം, ടെക്നോളജി കുറച്ചുകൂടെയൊക്കെ ഡെവലപ്ഡ് ആകാം. സോ ആ ടൈമിൽ നമ്മളും അതിന്റെ ഒപ്പം തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. They should be open to learning new skills and approaches to remain update their goals. Then നമ്മളുടെ ലേണിംഗും ന്യൂ സ്കിൽസ് പുതിയ സ്കിൽസും കഴിവുകളൊക്കെ നമ്മൾ വരുത്താനായിട്ട് ശ്രമിക്കണം. Then ഒൻപതാമത്തെ പറയുന്നത് എംപതി ആൻഡ് കമ്പാഷൻ. എന്താ കമ്പാഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപതി എന്ന് വെച്ചാൽ എന്താ? എംപതി മീനിങ് എന്താ? എംപതി ഒരു സഹാനുഭൂതി ദയാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതുപോലെ കമ്പാഷൻ അനുകമ്പ അല്ലെ, നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു ദയ, അനുകമ്പ, കരുണ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Although non-clinical staff സഹിഷ്ണുത എന്താണെങ്കിലും പറയണം. പല മീനിങ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേ പല അർത്ഥങ്ങളിൽ പറയും. ഏകദേശം എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ്. Although non-clinical staff may not give direct medical care അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അവർ ഡയറക്റ്റ് പേഷ്യൻസിന് ഒരു മെഡിക്കൽ കെയർ അല്ല കൊടുക്കുന്നത്. They often interact with the patients who may be in difficulty or facing challenging situation. അല്ലെ, നമുക്കറിയാം ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ കൊടുക്കുന്നത് പോലെ ഒരു മെഡിക്കൽ കെയർ അല്ല നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കൊടുക്കുന്നത്.
മറിച്ച് അവര് പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ട് ആണ്. എവിടെയെല്ലാം പേഷ്യൻസിന് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഫേസിങ് ചലഞ്ചിങ് സിറ്റുവേഷൻസ്, ഒരു വെല്ലുവിളികൾ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവരോടൊപ്പം ഇന്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. Demonstrating empathy, sympathy and sensitivity towards patients' requirements and emotions is necessary for providing a supportive environment. So പേഷ്യൻസിന് ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആണ് അവർ കൊടുക്കുന്നത്. ഒരു എംപതി, സിമ്പതി, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരോടൊരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അവരോടൊരു എംപതി, കമ്പാഷൻ, മെഡിക്കൽ കെയർ അല്ല കൊടുക്കുന്നതെങ്കിലും അതിനു പുറമെ പേഷ്യൻസിന് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാനും അവരോട് നമ്മളൊരു സിമ്പതി, എംപതിയൊക്കെ ഒന്ന് കാണിക്കും. ഓക്കെ, ഇതിന് ലാസ്റ്റ് കൊണ്ട് പറയുന്നത് കൾച്ചറൽ കോമ്പിറ്റൻസ്. Hospitals serve diverse patient populations with different cultural backgrounds. Then non-clinical staff should possess cultural competence, understanding, respecting various cultural practices, beliefs and values to give inclusive and patient-centered care. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് പേഷ്യന്റ് വെറൈറ്റി പല വിധങ്ങളായിട്ടുള്ള പേഷ്യൻസ് ആണ് കടന്നു ചെല്ലുന്നത്. എല്ലാവരും ചിലപ്പോൾ ഒരേ സംസ്കാരത്തിൽ നിന്ന് വരുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ ഒരേ കൾച്ചർ അല്ല അവർക്ക്, അല്ലെ? അവരുടെ ചിലപ്പോൾ വസ്ത്രധാരണത്തിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇപ്പോ എന്താണ് മറ്റു പല കാര്യങ്ങളും അവരുടെ സംസ്കാരം വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടെ എല്ലാവരും വരുന്നത് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല. അപ്പൊ അവരുടെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, പെരുമാറ്റത്തിൽ നമ്മളോടുള്ള ബിഹേവ് ചെയ്യുന്നത് പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. സോ നമ്മള് ഓരോ പേഴ്സന്റെയും അവിടേക്ക് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് അവരോട് നമുക്ക് പല രീതിയിൽ നിന്നും വരുന്ന കൾച്ചറിലുള്ള ആളുകളോട് നല്ല രീതിയിൽ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ വാല്യൂസിനും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ കൊടുക്കാണ്. ഇൻക്ലൂസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻക്ലൂസീവ് ക്ലാസ് റൂം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻക്ലൂസീവ് ക്ലാസ് റൂം പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇൻക്ലൂസീവ് ക്ലാസ് റൂം? ഇല്ല, കേട്ടിട്ടുണ്ടോ ഇൻക്ലൂസീവ്? ആരും കേട്ടിട്ടില്ല? ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം, അതില് ഉൾപ്പെടുത്തുക. ഇൻക്ലൂസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് എന്ന് വെച്ചാലേ പലതരത്തിലുള്ള ഡിഫറെന്റ്, ചിലപ്പോ കൂടുതൽ കഴിവുള്ള കുട്ടികൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒട്ടും പഠിക്കാത്ത സ്ലോ ലേണേഴ്സ് ഉണ്ടാകാം. അങ്ങനെ പല കൾച്ചറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പല രീതിയിൽ അവരുടെ ഐക്യു ലെവൽ പല ഐക്യു ലെവൽ ആയിരിക്കും. അപ്പൊ എല്ലാവരെയും ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേഷ്യൻസ് വരുന്നത് പല സംസ്കാരത്തിൽ നിന്നാണ്, അല്ലെ? സോ ഇവരെല്ലാവരെയും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് ഒരൊറ്റ ഒരു കുടക്കീഴിലായിട്ട് നമ്മൾ അവർക്ക് അവരുടെ വാല്യൂസിനും ഫീലിങ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് പേഷ്യന്റ് സെന്റേർഡ് അവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് ഒന്ന് അത് കൺക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് വായിച്ചിട്ട് നമുക്ക് വായിക്കാം. There are just some of the skills that non-clinical staff in the hospital should possess to contribute to effective functioning of healthcare facility and provide excellent support to patient and clinical staff. So ഇവിടെ നല്ലൊരു എക്സലന്റ് സപ്പോർട്ട് ആണ് പേഷ്യൻസിനാണെങ്കിലും ക്ലിനിക്കൽ സ്റ്റാഫിനാണെങ്കിലും നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 7ാമത്തെ തുടങ്ങി ലാസ്റ്റ് 1 വരെ വായിച്ചു നോക്കാം.
വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. സ്കിൽസ് ആണ് നമ്മൾ നോക്കിയത്. ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അപ്പൊ ആ പേരുകൾ മാത്രം ഒന്ന് 5 ടൈംസ്, 5 പ്രാവശ്യം ഒന്ന് സ്കിൽസ് മാത്രം ഒന്ന് വായിക്കാം, പഠിക്കാം. ഇപ്പൊ തന്നെ ഒന്ന് പഠിക്കാം കേട്ടോ സ്കിൽസ്. ഓക്കെ, പേര് മാത്രം പഠിച്ചാൽ മതി. 5 പ്രാവശ്യം വായിച്ചത് പഠിച്ചിരിക്കണോട്ടോ. 5 പ്രാവശ്യം വായിക്കുമ്പോഴും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കാൻ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരോ? 5 ടൈംസ് സ്കിൽസ്. പഠിച്ചോ? സ്കിൽസ് പേരുകൾ മാത്രം പഠിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് വൺ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടത് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, community relation, risk management, information management, then collaboration and leadership. Then നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തികളെ പരിചയപ്പെട്ടു, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കിയത്. ആദ്യം നമ്മൾ കണ്ട വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. then അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് പേഷ്യൻസ് കെയറിനെ കോർഡിനേറ്റ് ചെയ്യണം, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, then patient informations manage ചെയ്യണം, മെഡിക്കൽ റെക്കോർഡ്സ് പ്രോസസ് ചെയ്യുക, then administrative tasks എടുക്കുക, then customer services. Okay, then രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് മെഡിക്കൽ സെക്രട്ടറി ആണ്. മെഡിക്കൽ സെക്രട്ടറി നമ്മൾ പറഞ്ഞു സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ്, അദ്ദേഹത്തിന്റെ സ്പെസിഫിക് നോളജ് വെച്ച് ചെയ്യുന്നത്. ഇവിടെ കൂടുതലും പറഞ്ഞത് ഫിസിഷ്യനോട് ഏറ്റവും ഹെൽപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഫിസിഷ്യന്റെ ഡെയിലി വർക്കിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നു. then ഇൻഫോർമേഷൻസും ഡാറ്റാബേസ് ഒക്കെ തയ്യാറാക്കുന്നു. then അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കണ്ട വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. നമ്മൾ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് നിന്നുകൊണ്ട് പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളിലും സൂപ്പർവിഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പേഷ്യന്റ് കൗൺസിലർ ആണ് അല്ലെ. കൗൺസിലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസൺ. then നമ്മൾ പറഞ്ഞു അഡ്വക്കസി കൊടുക്കുകയാണ് അല്ലെ, നമുക്ക് പേഷ്യൻസിനും മറ്റും അഡ്വൈസ് കൊടുക്കുകയാണ്. then എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോബ് സമ്മറി എന്ന് പറയുന്നത്? പ്രൊവൈഡിംഗ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പേഷ്യൻസിനെയും ഫാമിലിയെയും എഡ്യൂക്കേറ്റ് ആക്കാം, then പേഷ്യൻസിന് അഡ്വക്കസി കൊടുക്കുക, റിസോഴ്സസ് കൊടുക്കുക, കോർഡിനേറ്റ് കെയർ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, മോണിറ്റർ ദ പ്രോഗ്രസ്. then ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് നോൺ ക്ലിനിക്കൽ ജോബ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചോ? 5 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചു എല്ലാവരും? പഠിച്ചോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. പഠിച്ചോന്ന് വെച്ചപ്പോ പഠിച്ചില്ലേ? ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? എളുപ്പമല്ലേ? നമ്മൾ മാക്സിമം ഞാൻ പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ അല്ലെ. അപ്പൊ അതിലൊരു 15% നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്ലാസ് കേട്ടൊരു അനുഭവം വെച്ചിട്ട് ആ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നാൽ ഷുവർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പറ്റില്ലേ?
അല്ലെങ്കിൽ എന്റെ വിശ്വാസം മാത്രമാണോ പറ്റുന്നുള്ളത്? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ. മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ മിസ് എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്? ആണോ? വാഹിദ മിസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് അല്ലെ? ഫസ്റ്റ് പേജ് ആണ് തോന്നുന്നത് കംപ്ലീറ്റ് ചെയ്തത്. എടുത്തിട്ടില്ല? എടുത്തില്ലേ? എടുത്തല്ലോ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇത് തോന്നുന്നു തെർമോമീറ്റർ, ഡിഫിബ്രിലേറ്ററും തെർമോമീറ്റേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? തെർമോമീറ്റേഴ്സ് അല്ലേ? ഹാഫിദ മിസ് എടുത്തില്ലെന്ന് ഞാൻ ചോദിച്ചത്, ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലെന്നല്ല കേട്ടോ. ഓക്കെ, 3 എടുത്തോ? തെർമോമീറ്റേഴ്സ് വരെയല്ലേ എടുത്തത്? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് മിസ് കുറച്ച് എടുക്കുന്നുണ്ട് ഇപ്പൊ. ദെൻ അതുവരെ ഉള്ളത് ആ മിസ് എടുത്ത് എത്രയും ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഫസ്റ്റ് പേജ് വായിച്ചു നോക്കാം. മിസ് എടുത്ത് എത്രയും വായിക്കാം. തെർമോമീറ്റേഴ്സ് കംപ്ലീറ്റ് വായിക്കണം. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു എക്യുപ്മെന്റ് നോക്കാം. BP അപ്പാരറ്റസ് എടുത്തായിരുന്നോ മിസ് കഴിഞ്ഞ ക്ലാസ്സില്? എടുത്തോ? BP അപ്പാരറ്റസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കണം മാത്രമേ ഉള്ളൂ, പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. BP apparatus, blood pressure gauge or blood pressure monitor, is an equipment used to measure to lost pressure. A sphygmomanometer include as inflatable cuff, a measuring unit and mechanism for inflation, which can be handled manually. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഇങ്ങനത്തെ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിലും ഇലക്ട്രോണിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള BP അപ്പാരറ്റസ് ഒക്കെ ഉണ്ടാകും. ഉണ്ടോ വീട്ടില്? ഇപ്പൊ എല്ലാവരുടെ വീട്ടില് സാധാരണയായിട്ട് BP അപ്പാരറ്റസ് ഒക്കെ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഹോസ്പിറ്റലായിരിക്കും കൂടുതൽ അല്ലെ? നമ്മുടെ വീടുകളിൽ കൂടുതലായിട്ടും ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകിച്ച് അറിയാലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? സ്റ്റാർട്ട് ചെയ്തുള്ളൂ അല്ലെ? കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്ന കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, നമുക്ക് അറിയില്ലാത്ത നമ്മൾ ആദ്യമായിട്ട് കേൾക്കാവുന്ന എക്യുപ്മെന്റ്സുകൾ ഇത് നമുക്ക് പഠിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച് വരുന്ന എക്യുപ്മെന്റ്സുകളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. വേറെ ഒന്നും പഠിക്കാറില്ല. എന്താണോ എക്യുപ്മെന്റിന്റെ പേരും അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം പഠിക്കാനുള്ളൂ അല്ലെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് നല്ല ചാപ്റ്റർ ആണ്. കാരണം കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ നിങ്ങൾ ഒട്ടും തന്നെ കേൾക്കാത്ത എക്യുപ്മെന്റ്സുകളും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ലാറിംഗോസ്കോപ്പ്. കണ്ടോ? പിക്ചർ നോക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ ഓരോ എക്യുപ്മെന്റ് പഠിക്കുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുമ്പോൾ പിക്ചർ കാണുമ്പോൾ എന്ത് സാധനം നമുക്ക് അറിയണമല്ലോ അല്ലേ? അപ്പോ ലാറിംഗോസ്കോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ലാറിംഗോസ്കോപ്പി എന്തെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് നോക്കി. ലാറിംഗോസ്കോപ്പിന്റെ പിക്ചർ കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ട് സാമ്യമുണ്ടോ? ചില എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ? ചില എക്യുപ്മെന്റ്സ് നമുക്ക് അറിയാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാം. പിക്ചർ തന്നിട്ട് നെയിം ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കി വെക്കാം. നമുക്ക് എക്സാമിന് ഇല്ലെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ജോലിക്കൊക്കെ കയറേണ്ടതല്ലേ?
ആണോ? ഇവിടെ എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അല്ല, അല്ലെ? ഫ്യൂച്ചറിൽ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യേണ്ടവരാണ്. വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഇത് പഠിച്ച ആളുകളല്ലേ, ഇത് എന്ത് സാധനം നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ അറിവില്ലോടും. സോ നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ എക്യുപ്മെന്റ്സും, കേട്ടോ? ഓക്കെ, അപ്പോ ലാറിംഗോസ്കോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല? ഏകദേശം നമ്മളെ ചുറ്റികയായിട്ട് സാമ്യമുണ്ടോ? ചുറ്റിക നമ്മൾ ഉപയോഗിക്കുന്ന ചുറ്റികയില്ലേ, എഗ്രിപ്പിന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹാമർ, ചുറ്റിക അല്ലെ? ഒരു ചുറ്റിക പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, കണക്ട് ചെയ്തൊക്കെ ഇരിക്കാം കേട്ടോ. ലാറിംഗോസ്കോപ്പ് നോക്കാം. ലാറിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാറിങ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാറിംഗോസ്കോപ്പ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ലാറിങ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വോയിസ് ബോക്സ് അല്ലെ, അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. എ പാർട്ട് ഓഫ് ത്രോട്ട്, നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള ലാറിങ്സിനെ നിരീക്ഷിക്കാൻ, തൊണ്ടയിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാറിംഗോസ്കോപ്പ്. Laryngoscopy is a medical approach that used to get a view of larynx. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാറിംഗോസ്കോപ്പി. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്നത്, അതായത് നമ്മൾ ത്രോട്ടില്ല, നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള ലാറിങ്സിനെ നിരീക്ഷിക്കുന്ന, ഒബ്സർവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് സ്കോപ്പി, ലാറിംഗോസ്കോപ്പി. ഓക്കെ, ആ ലാറിംഗോസ്കോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലാറിംഗോസ്കോപ്പ്. ക്ലിയർ ആയോ? സ്കോപ്പി എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് ആണ്, ചെയ്യുന്ന പ്രോസസ് ആണ് സ്കോപ്പി, ലാറിംഗോസ്കോപ്പി. ദെൻ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് സ്കോപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? പിക്ചർ ഓർക്കുന്നുണ്ടല്ലോ, ചുറ്റിക ഓർക്കാം. ഓക്കെ, ലാറിംഗോസ്കോപ്പ്. ദെൻ നെക്സ്റ്റ് വൺ ഓക്സിജൻ മാസ്ക്. പിക്ചർ നോക്കിയേ, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെ? ഈ ഓക്സിജൻ മാസ്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫിലിമിലും മറ്റൊക്കെ കാണാറുണ്ടല്ലോ. ഈ ദെൻ നമ്മളുടെ വീട്ടിലൊക്കെ ഇപ്പോ ഇൻഹേലർ നെബുലൈസേഷൻ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ഇൻഹേലർ വീട്ടിൽ ഉപയോഗിക്കുന്നവരുടെ ആരെങ്കിലും നെബുലൈസേഷന്റെ മെഷീനെ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലത് എന്താ പറയാ, മിക്കവരുടെ വീടുകളിൽ ഉണ്ടാകും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മാസ്കുകൾ നമ്മൾ നെബുലൈസേഷനൊക്കെ ഉപയോഗിക്കും. അല്ലാതെ നമ്മള് വെന്റിലേറ്ററിലുള്ള ഐസിയിലൊക്കെ കൊടുക്കുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഈ മാസ്ക് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. An oxygen mask offer method to carry breathing oxygen gas from storage tank to the lungs. like നമ്മൾ ഓക്സിജൻ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും പേഷ്യന്റിന്റെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് നമ്മൾ ട്യൂബിലൂടെ ഈ മാസ്ക് വഴിയിട്ടാണ് നമ്മൾ ലങ്സിലോട്ട് ഓക്സിജൻ എത്തിക്കുന്നത്. ഓക്സിജൻ മാസ്ക് may wrap only the nose and mouth. നമ്മുടെ മൂക്കും വായൊക്കെ റാപ്പ് ചെയ്തുകൊണ്ട് അല്ലെ, മൂക്കും വായും പൊതിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് മാസ്ക് വെക്കുന്നത്. എങ്കിലല്ലേ നമുക്ക് മൂക്കിലൂടെ വായുടെയൊക്കെ ഓക്സിജൻ അകത്തേക്ക് ചെല്ലുകയുള്ളൂ. Then they may be made of plastic, silicon or rubber. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. ഈ ഓക്സിജൻ മാസ്ക് നിർമ്മിക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് ആകാം, സിലിക്കൺ ആകാം, അല്ലെങ്കിൽ റബ്ബർ ടൈപ്പ് ആകാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്സിജൻ മാസ്കും ലാറിംഗോസ്കോപ്പും നമ്മൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം തന്നെ പഠിച്ചുകൂടി പോവാണ്. ഓക്കെ, ലാറിംഗോസ്കോപ്പ് ചുറ്റിക പോലെ ഇരിക്കുന്നത് ഓർക്കാം. ലാറിംഗ്സിനെ ഒബ്സർവ് ചെയ്യാനാണ് പ്രോസസ് സ്കോപ്പി. ദെൻ ഓക്സിജൻ മാസ്ക് നമ്മൾ ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്, സിലിക്കൺ ഓർ റബ്ബർ. ഓക്കെ, ഒരു പ്രാവശ്യം പെട്ടെന്ന് വായിച്ചു നോക്കി ലാറിംഗോസ്കോപ്പും ഓക്സിജൻ മാസ്കും പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, രണ്ടും ക്ലിയർ ആണല്ലോ, ലാറിംഗോസ്കോപ്പും ഓക്സിജൻ മാസ്കും. മൂന്നാമത് നോക്കാം, ECG. എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണല്ലോ ECG. എന്താ ഫുൾ ഫോം?
ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പൊ ECG പറയുമ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യം ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അതിന്റെ ഫുൾ നെയിം അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, പിക്ചർ നോക്കാം കേട്ടോ. ECG ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാകും, പിന്നെ കുറച്ച് ഇലക്ട്രോഡ്സുകളൊക്കെ ഉണ്ടാകും. എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ECG എടുക്കുന്നത്? ഇതെങ്ങനെയാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ECG എടുക്കുന്നത് പേഷ്യന്റിനെ? എങ്ങനെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എങ്ങനെയാണ് ECG എടുക്കുന്നത് പേഷ്യന്റിന്? കണ്ടിട്ടില്ല ആരും? ഇലക്ട്രോഡുകൾ ഉണ്ട് അല്ലെ? ഇലക്ട്രോഡ്സുകൾ എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നില്, നമ്മുടെ ചെസ്റ്റിലെ സ്കിന്നില് പുട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടിന്റെ റെക്കോർഡ്സ് ആണ് എടുക്കുന്നത് അല്ലെ? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ മോണിറ്റർ ചെയ്യുന്നത്. Electrocardiogram is the process of recording electrical function of the heart. Underline ചെയ്യാം. ഡയറക്റ്റ് സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ECG is the process of recording electrical function of the heart. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് ECG. ഇത്രയും മതി അണ്ടർലൈൻ ചെയ്യാം. Then over a period of time using electrodes which are put on skin. Electrodes നമ്മുടെ സ്കിന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് നോക്കുന്നത്. മോണിറ്റർ ചെയ്ത് കാണിക്കും എത്രത്തോളം ഉണ്ട് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ്. ഇങ്ങനൊരു വേവ് ലൈൻ ഒക്കെ പോണത് കണ്ടിട്ടില്ലേ നിങ്ങൾ സിനിമയിലൊക്കെ? ഓക്കെ, then ECG കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ വെയിറ്റിംഗ് മെഷീൻ. ഇത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിക്ചർ നോക്കി, വെയിറ്റിംഗ് മെഷീൻ കണ്ടിട്ടില്ലേ? രണ്ട് ടൈപ്പ്, പലതരത്തിലുള്ള വെയിറ്റിംഗ് മെഷീൻ. ഇത് രണ്ടും മാത്രമല്ല കേട്ടോ, ഇതിൽ കൂടുതൽ പല ടൈപ്പ് വെയിറ്റിംഗ് മെഷീൻസ് ഉണ്ട്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? നോർമൽ ഇങ്ങനെ നീഡിലുള്ള റീഡിങ് കാണിക്കുന്ന, മീൻസ് പണ്ടൊക്കെ ഇതായിരുന്നു കൂടുതൽ. ഇപ്പൊ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ആയിട്ടുള്ളതാണ് അല്ലേ? ദെൻ വേറെ ടൈപ്പ് ഏതൊക്കെയാണ്? പിന്നെ നിങ്ങൾ പീഡിയാട്രിക് കുഞ്ഞുങ്ങളുടെ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ വേറൊരു വെയിറ്റിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കിടക്കുന്നത് ഉണ്ടാകും. അല്ലാതെ ഒരു 3-4 വയസ്സൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഡോക്ടറോട് നിൽക്കാൻ പറയും ഇല്ലേ? കണ്ടിട്ടില്ലേ? മീൻസ് ഒരു വാക്കർ പോലത്തെ ഒരു സംഭവം. ജസ്റ്റ് അതിനകത്ത് നിന്നാൽ മതി, അതിനകത്ത് കറക്റ്റ് വെയിറ്റ് ഡിജിറ്റൽ ആയിട്ട് കാണിക്കും അല്ലേ? അപ്പോ പലതരത്തിലുള്ള വെയിറ്റിംഗ് മെഷീൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. A digital scale is the kind of electronic weighting machine which measures many readings. ഡിജിറ്റൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീൻ ആണെങ്കിൽ അത് പലതരത്തിലുള്ള റീഡിങ്സുകൾ നമുക്ക് കിട്ടുന്നത്. ഈ മറ്റേ നമ്മൾ നോർമലി ഉള്ളതാണെങ്കിൽ നമ്മുടെ നോർമൽ വെയിറ്റ് മാത്രമാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ളതിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ്, അതുപോലെ ബോഡി ഫാറ്റ്, BMI ഒക്കെ കാണിക്കുന്നു. BMI ഫുൾ ഫോം എന്താണ്? BMI പഠിച്ചിട്ടുണ്ടോ? BMI എന്ന് പഠിച്ചിട്ടുണ്ടോ? BMI പണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല? PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടോ? PE അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. യെസ്, ബോഡി മാസ് ഇൻഡെക്സ് എഴുതി വെക്കാം കേട്ടോ, സൈഡിൽ നിന്ന് എഴുതി വെച്ചോളൂ. ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, നമ്മുടെ ഹൈറ്റും വെയിറ്റും കൂടി ഹൈറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നത്. അപ്പോ ഈ ഡിജിറ്റൽ വെയിറ്റിംഗ് മെഷീനിലാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ വെയിറ്റും അല്ലെങ്കിൽ ബോഡി ഫാറ്റ്, BMI ഒക്കെ നമുക്ക് അളക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിജിറ്റലൈസ് ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് പറയുന്നത് ട്രോളീസ്. Objectives of using trolley in hospital to help move things from one place to another place without any risk. അല്ലെ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് റിസ്ക് ഒന്നും കൂടാതെ നമുക്ക് വസ്തുക്കൾ അവിടെ ഇങ്ങോട്ട് പോയിരിക്കാനാണ് നമ്മൾ ട്രോളി ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റൽ ട്രോളീസ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന ട്രോളികളാണ് പറയുന്നത്. ക്രാഷ് കാർട്ട് ട്രോളി, മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ക്രാഷ് കാർട്ട് ട്രോളി എന്താണെന്ന് നെക്സ്റ്റ് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. മെഡിസിൻ ട്രോളി അറിയാലോ, മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രോളി. ദെൻ സ്റ്റെയിൽ ആൻഡ് സ്റ്റീലിന്റെ ട്രോളി, അതായത് ഇതുപോലെ മെഡിസിൻസും പ്രസ് ചെയ്യുന്ന സംഭവങ്ങളും അങ്ങനെ കൊണ്ടുപോകുന്ന ട്രോളി. ദെൻ ഇൻസ്ട്രുമെന്റ് ട്രോളി, എക്യുപ്മെന്റ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളി. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ട്രോളീസ് ഉപയോഗിക്കുന്നു. ഓക്കെ, മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ECG, വെയിറ്റിംഗ് മെഷീൻ, ട്രോളി. പഠിച്ചോ മൂന്നെണ്ണം? ECG, വെയിറ്റിംഗ് മെഷീൻ ആൻഡ് ട്രോളി. പെട്ടെന്ന് വായിച്ചു നോക്കി. വായിക്കുമ്പോ നമ്മൾ ഒപ്പം പഠിച്ച് പോണേ കേട്ടോ, വായിക്കാം കേട്ടോ. ECG, വെയിറ്റിംഗ് മെഷീൻ, ട്രോളി.
ECG പിക്ചറൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും കൂടി നോക്കി വെക്കാം കേട്ടോ. ഒരു മോണിറ്റർ ഉണ്ടാവും, ഇലക്ട്രോഡ്സുകൾ, കുറെ വയറുകൾ, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ECG കണ്ടിട്ടുണ്ടെങ്കിലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വീൽ ചെയർ അറിയാലോ, ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. A wheelchair is a wheel mobility instrument. Wheel ഒക്കെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. The instrument is moved manually by turning wheels by the hand. നമുക്ക് മാനുവൽ ആയിട്ട് സ്വന്തമായിട്ടും വീൽ ചെയർ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. Wheelchair are used for people who feel walking is difficult or impossible because of illness. അവരുടെ അസുഖം മൂലം, ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ നടക്കാൻ ഒട്ടും പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇഞ്ചുറി ഡിസബിലിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ചെയർ ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചറും ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ, പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. A structure is an instrument used for carrying patient who needs medical care. Structure are mainly used acute out of patient care situation by emergency medical service. എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പേഷ്യൻസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ആംബുലൻസിലൊക്കെ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്ട്രക്ചർ വഴി കിടത്തിക്കൊണ്ടാണ്, സ്ട്രക്ചറിൽ കിടത്തിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനുള്ള ഒരു കാഷ്വാലിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോടൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് ഈ സ്ട്രക്ചറിൽ കിടത്തിയിട്ടാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, വീൽ ചെയറും സ്ട്രക്ചറും. കംപ്ലീറ്റ് ചെയ്തോ? ടോട്ടല് 10 എക്യുപ്മെന്റ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തുടങ്ങി ഡിഫിബ്രിലേറ്റർ, തെർമോമീറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് തെർമോമീറ്റർ നോക്കണം കേട്ടോ. ദെൻ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, ലാറിംഗോസ്കോപ്പ്, ഓക്സിജൻ മാസ്ക്, ദെൻ ECG, ഇലക്ട്രോകാരിയോഗ്രാഫ്, വെയിറ്റിംഗ് മെഷീൻ, ട്രോളി, വീൽ ചെയർ ആൻഡ് സ്ട്രക്ചർ. അവിടെ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്സ് കണ്ടിന്യൂ എടുക്കും കേട്ടോ. അപ്പോ നമ്മളുടെ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി കുറച്ച് ചാപ്റ്റർ കൂടി പെൻഡിങ് ഉള്ളൂ, അല്ലെ? ഏകദേശം ഇനി എക്യുപ്മെന്റ്, ദെൻ വന്ദനാഭ്യാസം എടുക്കുന്നത്, ദെൻ പിന്നെ ഒരെണ്ണം ആതിരാഭ്യാസത്തിന്റെ ഒരു ക്ലാസ്, അല്ലെ? അപ്പോ അധികം പോർഷൻസ് ഒന്നും ഇല്ല. ദെൻ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഒക്കെ ആണു, അല്ലെ? അപ്പൊ ഈ രീതിയിൽ പഠിക്കാം. ഇപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. പഠനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ. ദെൻ എക്സാമിന് തരുന്ന സ്റ്റഡി ലീവിന് വേണ്ടി കാത്തിരിക്കുകയാണോ പഠിക്കാനായിട്ട്? അങ്ങനെയാണോ? അങ്ങനെ കുറച്ച് പേരുണ്ടാവും കേട്ടോ. അപ്പോ തേർഡ് ഫോർത്ത് മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ആ ഒരു 1-2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, ആണോ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെയല്ല, അല്ലെ? കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാല് എഫേർട്ട് എടുത്ത് പഠിക്കണം. ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചാല് നടക്കുന്ന കാര്യമല്ല, അല്ലെ?
കുറച്ച് ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളും ടോപ്പിക്കുകളൊക്കെയാണ് അതിലും വരുന്നത്. സോ നല്ല രീതിയിലൊക്കെ പഠിക്കണം, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ക്ലാസ്സുകൾ കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുക. ദെൻ റിവിഷനൊക്കെ നന്നായിട്ട് റിവിഷൻ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മള് സ്റ്റഡി ചെയ്തൊരു തരുമ്പോൾ നല്ല രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ദെൻ ഒരു കാര്യം കൂടി പറയണം, അത് വിട്ടുപോയി, കാരണം ഇനിയിപ്പോ എന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ഷെയറായി, മേ ബി ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ദെൻ കുറച്ച് ഒരു 1 മന്ത് ഉണ്ടായിരിക്കില്ല ക്ലാസ്. ഈ 1 മന്ത് മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ലീവാണ്. സോ നമ്മുടെ ക്ലാസ് എന്താ എടുക്കേണ്ട പോർഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ എക്സാം ഒക്കെയാണ്, നല്ല രീതിയിലൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you, ma'am.